ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ യൂണിവേഴ്സിന് വിടുകയാണ്. ഒരു ക്വസ്റ്റ്യനും ഇല്ല എൻ്റെ മനസ്സിൽ. കറണ്ട് എനർജിന്നോ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. യൂണിവേഴ്സ് എൻ്റെ മുമ്പിൽ എന്ത് കാഴ്ച കൊണ്ട് തരുന്നോ, നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് എത്താനുള്ളത്, ഒരു ചാനൽഡായിട്ട് എന്ത് തന്നെ വന്നാലും ഇന്ന് ഞാനതെടുക്കും. അത് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് യൂണിവേഴ്സ് ഇന്നത്തെ എനർജിന്നോ ഇനി ഫ്യൂച്ചറിലേക്കാണോ എന്താണോ വരുന്നത് അത് വന്നോട്ടെ, അല്ലേ? നമുക്ക് മൈൻഡ് ഓപ്പൺ ആക്കിയിട്ട് എന്തും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് എന്ത് വരും എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫൈവ് ഓഫ് സോർഡ്സ്, ഫൂൾ കാർഡ്, ഡെവിൾ, എംപ്രസ്, Page of Swords, Seven of Swords, Seven of Pentacles, Three of Wands, Two of Swords, the Star, and Ace of Cups. Okay, ഒരു ചാനൽ മെസ്സേജ് എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോൺഫ്ലിക്ട്സിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കാം. ആരെങ്കിലുമായിട്ട് ഒരു ലേശം ക്യാമറ ഓക്കെ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ചുറ്റും മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷൻ പോലെ നടക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ നിങ്ങൾക്കൊരു ജയമാണ് ആക്ച്വലി എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ കാർഡ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ജയിച്ച് നിൽക്കുന്നതായിട്ടാണ്. മറ്റുള്ളവരെ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെന്തൊക്കെ ചെയ്താലും അവരെല്ലാം തോൽപ്പിച്ച്, അല്ലെങ്കിൽ ചിന്തകളായിക്കോട്ടെ, മനസ്സിൻ്റെ ചിന്തകളായിക്കോട്ടെ, ചുറ്റുമുള്ള ആൾക്കാരായിക്കോട്ടെ, വേറെ ആരെങ്കിലും ഫാമിലിയിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഒരു ജയമാണ് എനിക്കിവിടെ കാണുന്നത്. എനിക്ക് ഈ ഒരു കാർഡ് റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണ്. നിങ്ങളത് ജയിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കത് ജയിക്കാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ആര് നിങ്ങൾ എന്ത് പറഞ്ഞാലും, വേറെ ആരൊക്കെ നിങ്ങളെ തടസ്സപ്പെടുത്തിയാലും, എന്തൊക്കെ പറഞ്ഞാലും, എന്ത് ചെയ്താലും അതിലെല്ലാം നിങ്ങൾക്ക് ജയിച്ചു വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, കോമ്പറ്റീഷൻസ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ജീവിതത്തിലൊരു പുതിയ തുടക്കം എന്ന രീതിക്ക് നമുക്ക് പറയാം. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയാം. ആ മാറ്റത്തിന് നിങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ പേടിക്കണ്ട എന്നും പറയാം. ഓക്കെ, ആ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലേ? ആ എല്ലാത്തിനെയും നിങ്ങൾക്ക് ജയിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്ത് കാര്യത്തിലായാലും നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് ഒരു ജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ പക്ഷേ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളെ ഈ ജയത്തിൽ നിന്ന് നമ്മൾ ഈ ശരിക്കും കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാവുക, നമുക്കിതിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ട്. ഓക്കെ, അതായത് മറ്റുള്ളവർ എന്നെ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല, അല്ലേ? നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഓവർ തിങ്കിങ്, പേടികൾ, നെഗറ്റീവ് ചിന്തകൾ എന്നൊക്കെ പറയാം. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം. ചിലവർ ഇവിടെ ഡ്രിങ്കിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതിനൊന്നും ഓവറായിട്ട് പോവാതിരിക്കണം. പാടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ യെസ്, നമുക്കറിയണം, നമ്മുടെ ലിമിറ്റ് അറിയണം എന്ന് മാത്രമല്ല അത് നമ്മളെ എത്രത്തോളം ലൈഫിൽ ബാധിക്കുന്നുണ്ട്. നിർത്താൻ സാധിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ അത് ഒറ്റയടിക്ക് ചെയ്യാൻ പലർക്ക് സാധിക്കാറില്ല, എനിക്കറിയാം. എന്നാലും ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, അങ്ങനത്തെ അഡിക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഡ്രിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് നിർത്താൻ ശ്രമിക്കാം. ഓക്കെ, ഓവർ തിങ്കിങ് അതൊരു ഏറ്റവും വലിയ നെഗറ്റീവ് ക്വാളിറ്റിയാണ്, ഏറ്റവും വലിയ അഡിക്ഷനാണ്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് പോലെ പേടികൾ അങ്ങനത്തെ കാര്യങ്ങളും അതൊക്കെ നമ്മുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് എന്താണോ അതിനെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കുക. ആൻഡ് എംപ്രസ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ അധികം ക്വാളിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അത് എംപ്രസ് ലേഡി ആവണമെന്നില്ല, ജെൻസ് ആവാം. എംപ്രർ, എംപ്രസ് എന്നൊക്കെ എടുത്തോളൂ. നിങ്ങൾക്ക് ശരിക്കും ഒന്ന് നിങ്ങൾ പാരൻസ് ആയിരിക്കാം എന്ന രീതിക്ക് പറയാം. നിങ്ങൾക്ക് ഓൾറെഡി കുട്ടികളുണ്ടാവും, ഫാമിലി ഉണ്ടാവും. അങ്ങനെ ആയിരിക്കാം. ഒരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവാം.
നിങ്ങളെല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഓഫീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലീഡ് പൊസിഷനിൽ, സീനിയർ പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു കഴിവാണ്. എല്ലാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ കഴിവുകൾ നിങ്ങൾ അറിയണമെങ്കിൽ, തിരിച്ചറിയാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അത് ആ ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് അതൊരു ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. പക്ഷേ തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഡെവിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു തടസ്സം എന്ന് പറയും. ഓക്കെ, ബ്ലോക്കേജ് എന്ന് പറയും. ആ മൈൻഡിൻ്റെ ബ്ലോക്കേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് പേടികൾ, ആലോചന, എല്ലാ കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ മൂണുണ്ട്. അഗെയിൻ ഇമോഷണൽ ആവുന്ന കാര്യമാണ്. നിങ്ങൾ ഇമോഷണലായി പോകാറുണ്ട്. നിങ്ങൾ ഐ തിങ്ക് വളരെ വേഗം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളെ എഫക്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു ഇമോഷണൽ ഇതിലേക്ക് പോവും. വിഷമങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പലതും വിഷമങ്ങൾ നിങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ടാവില്ല, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക, ടെൻഷൻസ് ഒക്കെ കാരണം ചിലപ്പോൾ വല്ലാതെ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് മൂൺ നിങ്ങളെ എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ പറയാം. ഓക്കെ, ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ വരുമ്പോൾ നിങ്ങളെ എഫക്റ്റ് ചെയ്യാറുണ്ടാവും. കാരണം നിങ്ങൾ ഇമോഷണൽ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇമോഷണലായിട്ട് മാത്രം നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു പവറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ഓക്കെ, അത് നിങ്ങളെ പിന്നോട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ നെഗറ്റീവായിട്ട് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. പേജ് ഓഫ് സോർട്സ് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഫുള്ളും ഇതും പറയുമ്പോൾ നമ്മളൊരു പുതിയ തുടക്കം, പുതിയ കാര്യങ്ങൾ എന്ന രീതിക്ക് പറയാം. തുടക്കം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ഞാൻ പറയാറുണ്ട്, ഒരു റെഗുലർ ഡെയിലി നമ്മുടെ റൊട്ടീനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുക. നമ്മൾ ജസ്റ്റ് തീരുമാനിക്കുകയാണ്, ഓക്കെ നാളെ രാവിലെ തൊട്ട് ഞാൻ ഒരു ചേഞ്ച് വരുത്താൻ പോവാണ്, ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് കുറച്ച് നേരം, അല്ലെങ്കിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കാൻ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഒരു വാക്കിങ്ങിന് പോകും. എന്ത് തന്നെ ആയാലും, ഒരു ചെറിയ കാര്യമായാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി, പക്ഷേ പിന്നോട്ട് വലിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വെറും നമ്മൾ എക്സസൈസ്, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങളുടെ എൻ്റെ ഉറക്കം പോവും എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, അതുമൊക്കെ ഒരു തരത്തിൽ പറയുമ്പോൾ കോമ്പറ്റീഷൻ തന്നെയാണ്. ഞാൻ ചെറിയ കാര്യങ്ങൾ കൂടി ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ ഇവൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ, പിന്നെ ചില കാര്യത്തിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്സിലോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ നിങ്ങളുടെ മൈൻഡിനെ മാറ്റി നിങ്ങൾ അവനവനിലേക്ക് ഒരു ഫോക്കസ് കൊണ്ടുവരാനോ നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ, അവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ മാറ്റാൻ നിങ്ങൾ തുടങ്ങണം എന്നാണ്. ഓക്കെ, ആക്ഷൻ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷണലായിട്ട് ഇരിക്കേണ്ട, എനിക്കിങ്ങനെ അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട, എൻ്റെ മനസ്സ് എപ്പോഴും ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട എനിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മാറ്റം വരുത്തിയെടുക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇവിടെ 7 ഓഫ് സോർട്സ് നിങ്ങൾക്ക് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ലൈഫിൽ ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ചിലവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ പണത്തിൻ്റെ കാര്യമായാലും ശരി, പണം എന്ന് കാണുന്നുണ്ട് മേ ബി. സോ പണത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ചീറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇമോഷണലി ഓൾസോ നിങ്ങളെ എന്തെങ്കിലും വിഷമങ്ങളോ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. ചീറ്റ് എന്ന് പറയുന്നില്ല ഞാൻ, ചില കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാം സംഭവിക്കാനുള്ളത് എല്ലാം എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ ഭഗവാന്റെ ഒരു നിശ്ചയമാണെന്ന് പറയും, ഈശ്വരൻ്റെ യൂണിവേഴ്സിൻ്റെ നിശ്ചയമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില ലെസൺ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലത് വരും, അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അതെന്നെ ആലോചിച്ചിരുന്നിട്ട് അയ്യോ എന്നെ എങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ഇത് ചെയ്തില്ലേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്തോറും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലാണ് നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് കാര്യത്തിലായാലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗീവ്നെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ശാന്താവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ഫോർഗീവ് കൊടുത്ത ഒരാളെ നമ്മൾ റിലീസ് ചെയ്ത് വിടില്ല. പക്ഷെ ആ ഫോർഗീവ്നെസ് കൊടുക്കുന്നതുകൊണ്ട് എവിടേക്കോ നിങ്ങൾക്ക് മനസ്സിലൊരു ശാന്തത കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾ അതിൽ ലെസൺ പഠിക്കാനുണ്ട്, പക്ഷേ അത് ഓർമ്മ വയ്ക്കണം. ആ ലെസൺ നിങ്ങൾ ഓർമ്മ വയ്ക്കുകയും വേണം. ഓക്കെ, ആൻഡ് ഇതുവരെ നിങ്ങൾക്ക് സംഭവിച്ചില്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക എന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് അവെയർ ആയിരിക്കാം. ഓക്കെ, കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ലൈഫിൽ ഗ്രോത്ത് നിങ്ങൾക്ക് അധികം കാണുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് അധികം വരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഇമോഷണൽ ആയാലും കരിയർ വൈസ് അങ്ങനെ പണത്തിൻ്റെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ നിങ്ങൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ആ ഗ്രോത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ആക്ച്വലി നിങ്ങൾ പ്ലാനിങ് ഒക്കെ ചെയ്ത് സ്ട്രാറ്റജി ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഐ തിങ്ക് സ്ലോ ഗ്രോത്ത് ആണ് ഇവിടെ. ഓക്കെ, കുറച്ച് സ്ലോ ആണ് മൂവ്മെൻറ്റ്. അതിന് തടസ്സം പക്ഷേ കൂടുതലും നിങ്ങളുടെ മൈൻഡ് തന്നെയാണ്. മേ ബി നിങ്ങൾ ബോൾഡായിട്ട് ചില ആക്ഷൻസ് എടുക്കേണ്ട, അവിടെ നിങ്ങളുടെ ആക്ഷൻ പോരാ എന്നും പറയാം. പേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് ലെവലിൽ പറയും. നിങ്ങൾ ധൈര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി കൊണ്ടുവരാനുണ്ട്. ഓക്കെ,
കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് മറഞ്ഞിരിക്കുന്നുണ്ടാവാം, ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്ലാനിങ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എന്താവണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കാം. ഓക്കെ, 2 ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ തീരുമാനം എടുത്ത് ഒരു ഇതെടുക്കുന്നതാണ്, ലൈക്ക് ഒരു ഡിസിഷൻ എടുത്ത്. ഇവിടെ അഗെയിൻ ഡിസിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, മൈൻഡ് ക്ലൗഡഡ് ആണ് നിങ്ങളുടെ, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചില സമയത്ത് ഒന്ന് നെഗറ്റീവ് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്ന് പറയാം. ഓക്കെ, പക്ഷെ അതിനൊക്കെ ജയിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് എന്ന് ആദ്യമേ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ത് നെഗറ്റീവ് ആൾക്കാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിലും ശരി, ആരെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്താണ്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്, ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്, ആരാണ് നിങ്ങളുടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്നും പറയാം. ഓക്കെ, സോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത് എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്തും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു പവർ ഇവിടെ യൂണിവേഴ്സ് ഇവിടെ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട്. സോ ഹോപ്പ്, പ്രതീക്ഷ നിങ്ങളുടെ ലൈഫിൽ ആൻഡ് ഏസ് ഓഫ് കപ്സ് ആണ്. യെസ്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരും തീർച്ചയായിട്ടും. പക്ഷേ അതിന് വേണ്ട ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വരുത്താനുണ്ട്. നിങ്ങൾ മുന്നോട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അഗെയിൻ ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കും വേണം. എനിക്കത് എടുത്തു പറയാൻ തോന്നുന്നുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാത്തിനെയും സംശയത്തോടെ നോക്കണം എന്നല്ല കേട്ടോ, പക്ഷെ നമ്മൾ അവെയർ ആയിട്ടിരിക്കണം അല്ലേ. അവെയർ ആയിട്ടിരിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് വെറുതെ അത് ആലോചിച്ചപ്പോൾ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാനുള്ളതല്ല, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഓക്കെ, ആ രീതിക്ക് അതിനെ കാണാം. അവരെ തിരിച്ച് നമ്മളൊന്നും ചെയ്യാനും പോകരുത്. ഓക്കെ, ഇത് ഓവറോൾ ഐ തിങ്ക് നമുക്കൊരു മുന്നോട്ട് കുറച്ച് ദിവസത്തെ ഒരു എനർജി ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് ഇനിയും ഈ ജൂൺ മന്ത് ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ എന്തായാലും, അപ്പോൾ ജൂൺ മന്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള തരത്തിലെടുക്കാം അല്ലേ. ഓക്കെ, തിരിച്ചു പിടിച്ചാണ് 7 ഹെവൻലി വെർച്യൂസ്. മൂവിങ് ഫോർവേഡ്, ഗുഡ് ഫോർച്യൂൺ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളെ ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് സെൽഫ് റിലയൻസ് ആൻഡ് ലെറ്റിംഗ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ മുൻപ് ചീറ്റ് ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ, പിന്നെ മൈൻഡിൻ്റെ നിങ്ങളുടെ ചിന്തകൾ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആരെങ്കിലും മാപ്പ് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ അവരെയും മാപ്പ് കൊടുത്ത് വിട്ടേക്കുക, ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, 7 ഹെവൻലി വെർച്യൂസ് ആണ് പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 7 ഹെവൻലി വെർച്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഇനിയിപ്പോൾ നോക്കണം. ഗൂഗിൾ ഞാൻ വേണമെങ്കിൽ കമൻറ്റിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ നല്ല ഗുണങ്ങൾ എന്ന രീതിക്കാണ് പറയുന്നത്. അതായത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ എന്ന് ആലോചിച്ചോളൂ. ഞാനത് താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് മൂവിങ് ഫോർവേഡ്, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ചേഞ്ച് വരും എന്ന് പറയുന്നുണ്ട്. ഗെറ്റ് റെഡി ഫോർ ഇറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഫുൾ കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു പുതിയ തുടക്കം എന്തോ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇൻവൈറ്റ് ദ മാജിക് ഇൻ. നിങ്ങൾ മനസ്സ് ഓപ്പണാക്കി വെക്കുക, ഹാർട്ട് ഓപ്പണാക്കി വെക്കുക, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ ഈശ്വരനോട് പറയാം, നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾക്ക് കൊണ്ടുതരാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നമുക്ക് നല്ലതല്ലാത്ത ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അതിനെ ലെറ്റ് ഗോ ചെയ്യാനും പഠിക്കണം നിങ്ങൾ. ഫ്രണ്ട്ഷിപ്പ്, മ്യൂച്വൽ യുവർ റിലേഷൻഷിപ്സ്. ആക്ച്വലി ഞാൻ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ളത് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കളിക്കുന്ന ആരാണ്, രണ്ടും മനസ്സിലാക്കാനുണ്ട് നിങ്ങൾ. സെൽഫ് റിലയൻസ്, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫ്ലൈ സോളോ. നിങ്ങൾ തനിച്ചായി പോയാലും ഓക്കെ, അതൊരു വശമായിട്ട് എടുക്കരുത്. ആ തനിച്ചാവുന്നത് എവിടെയോ യൂണിവേഴ്സ് കാണിച്ചു തരികയാണെന്ന് നിങ്ങൾക്ക് ശരിക്കും ആ തനിച്ച് എന്തും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് യൂണിവേഴ്സ് പറയുകയാണ്. ഓക്കെ, തനിച്ചായി പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് പക്ഷെ എപ്പോഴും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സപ്പോർട്ട് ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സ് തരും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ആ സമയത്ത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചിരിക്കും, ഉറപ്പാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ തനിച്ചായി പോകാറില്ല. ഒന്നുമില്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ എവിടെയെങ്കിലും പിന്നിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മൂവിങ് ഫോർവേഡ്, നിങ്ങൾ ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ത് തന്നെ ലൈഫിൽ സംഭവിക്കുമ്പോഴും അതിനെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ ജസ്റ്റ്
മനസ്സിൻ്റെ ഒരു ശക്തിയാണ് ആവശ്യം, മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് ആവശ്യം. ഓക്കെ, ആൻഡ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് ഇത് എന്താണെന്നുള്ളത് ഞാൻ താഴെ കമൻറ്റിലിടാം. ഓക്കെ ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.